Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. നമുക്ക് മൊത്തമുള്ള 3 തിയറി പേപ്പേഴ്സിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വരാറുള്ള ഒരു പേപ്പർ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആണ്. ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് ടേംസുകളുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാകാനും ഹൈ സ്കോറിലോട്ട് പോകാനും സാധിക്കുള്ളൂ. ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ ടിപ്സ്, ലാസ്റ്റ് ഡേ എക്സാം ടിപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ദെൻ ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഇയർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോർപ്പറേറ്റ് റെഗുലേഷൻസ് പേപ്പറിൻ്റെ പ്രത്യേകത ലോ പേപ്പറാണ്, കമ്പനി ലോയാണ്. ബട്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിലും അതല്ലാതെ കണ്ട് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് പാസ്സാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വേണ്ടത് എത്രയാണ്? പാസ്സാകണമെങ്കിൽ 35% മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ നമുക്ക് 20ൽ ഒരു 10 മാർക്ക് മേടിക്കാൻ സാധിക്കുമെങ്കിൽ, MCQ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് 10 മാർക്ക് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ആ രീതിയിൽ 10 മാർക്കും ബാലൻസ് 80ൽ ഒരു 25 മാർക്ക് നമുക്ക് എഴുതി മേടിക്കാൻ, അതിനേക്കാൾ കൂടുതൽ പറ്റും, മേടിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ 2 പാർട്ടിലോട്ടാണ് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകേണ്ടത്. പാർട്ട് എയും പാർട്ട് സിയും. പാർട്ട് എയുടെ പ്രത്യേകത, റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 15 എണ്ണത്തിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 6 മുതൽ 8 ചോദ്യങ്ങൾ കിട്ടാറുണ്ട്. അതിലൊരു 5ഓ 6ഓ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പാർട്ട് ഇയിൽ നിന്നൊരു 12 മാർക്കും, ദെൻ പാർട്ട് സിയിൽ നിന്ന് essay 4 എണ്ണത്തിൽ 2 essay മിക്കതും ഈസി ആയിട്ടുള്ളതും റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യവും വരാറുള്ളതാണ്. സോ ആ 2 essay നിങ്ങൾക്ക് പറ്റുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി 10 മാർക്ക് മതി. ഒരെണ്ണത്തിൽ മിനിമം ഒരു 5 മാർക്ക്. സോ ആ രീതിയിൽ ഒരു 10 മാർക്ക് പാർട്ട് സിയിൽ നിന്നും പാർട്ട് എയിൽ നിന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 20നേക്കാൾ കൂടുതലായി. ദെൻ ഈ 2 ഏരിയയിൽ പഠിച്ച പല ചോദ്യങ്ങളും പാർട്ട് ബിയിലും വരും. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി ഈസി ആയിട്ട് പാസ്സായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഉണ്ട്. പാർട്ട് എയിൽ സാധാരണ വരുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയുടെ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇതിലെല്ലാ പ്രാവശ്യം കമ്പനി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം വരെ വരാറുള്ളതാണ്. എസ്പെഷ്യലി 1% കമ്പനി. 1% കമ്പനീനെ പറ്റിയിട്ടുള്ള ചോദ്യം 2 മാർക്സിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ 5 മാർക്സിലും പലപ്പോഴും വരാറുള്ളതാണ്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, പലതരത്തിലുള്ള കമ്പനി ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു കമ്പനീനെ പറ്റിയിട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി, ഗവൺമെൻറ് കമ്പനി, സ്മോൾ കമ്പനി, ഇങ്ങനെ പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പർ 1ഓ 2ഓ വരെ വരാറുണ്ട്. അത് ഒരു ചോദ്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുണ്ട്. ഇനി ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്താണ്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ essayക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് 2 മാർക്കിൻ്റെയിലും ജസ്റ്റ് എന്താന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ മീറ്റിംഗ് എന്താണ്, ക്വാറം എന്താണ്, സെബി എന്താണ്, പ്രൊമോട്ടർ ആരാണ്,
ലിക്വിഡേറ്റർ ആരാണ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, ലാസ്റ്റ് ചാപ്റ്ററിലത്തെയാണ്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വരെ വരാറുണ്ട്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി റിപ്പീറ്റ് ചോദ്യമാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറി, ലിക്വിഡേറ്റർ, ഇതൊക്കെ പ്രൊമോട്ടർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എല്ലാ പേപ്പറിലും വരുന്ന ചോദ്യങ്ങളാണ്. ഇനി ബുക്ക് ബിൽഡിംഗ് എന്താണ്, റിപ്പീറ്റ് ചോദ്യം. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണ്, അല്ലെങ്കിൽ പബ്ലിക് ഓഫർ എന്താണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് കമ്മിറ്റീസിലെ ഏതെങ്കിലും ഒരെണ്ണം, ഓഡിറ്റ് കമ്മിറ്റിയോ റെമ്യൂണറേഷൻ കമ്മിറ്റിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പേപ്പറിലും വരാറുണ്ട്. പ്രോസ്പെക്ടസ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് മിക്ക പേപ്പറിലും വരുന്നതാണ്. ദെൻ ഇനി കമ്പനിയുടെ ബേസിക് കാര്യങ്ങളിലോട്ട് കിടക്കുന്ന സമയത്ത് ഷെയർസ്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി ഓഫ് ഷെയർസ്, ബോണസ് ഷെയർ, ദെൻ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ദെൻ ഇസോപ്പ്, ഇതിലേതെങ്കിലും ബൈബാക്ക് ഓഫ് ഷെയർസ്, ഇതിലേതെങ്കിലും ഒരെണ്ണമോ രണ്ടെണ്ണം വരെയോ നമുക്ക് എല്ലാ പേപ്പറിലും എക്സ്പെക്ട് ചെയ്യാം. ഷെയർസിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം ഇല്ലാത്ത പേപ്പർ ഇല്ല, ഒന്നോ രണ്ടോ. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്താണ്, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്. ഷെയർ ക്യാപിറ്റലിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിതൊക്കെ തേർഡ് സെമസ്റ്ററിലും എന്താണ് റിപ്പീറ്റ് ആയിട്ട് വന്ന് പഠിച്ചിട്ടുള്ളതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ എന്താണ് ഷോർട്ട് ഫോമുകൾ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബി, DIN അങ്ങനത്തെ ചോദ്യങ്ങൾ, OPCയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, റീമെറ്റീരിയലൈസേഷൻ എന്താണ്, മിക്ക പേപ്പറിലും വരുന്നതാണ്. അൾട്രാ വയേഴ്സ് എന്താണ്, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് വരാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം കാണാറുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള. ഷെയർസിൽ ഒരെണ്ണം വിട്ടുപോയത് ബോണസിന്റെ കൂടെ തന്നെ റൈറ്റ് ഷെയർസിനെ പറ്റിയിട്ടും നമുക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 മാർക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ കൺസെപ്റ്റ്, അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ കണ്ടു വന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു 5ഓ 6ഓ കിട്ടാൻ അധികം പാടില്ല. ആ പാറ്റേൺ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പനിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ്, ലാസ്റ്റ് ചാപ്റ്ററിൽ വൈൻഡിങ് അപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 1ഓ 2ഓ ചോദ്യം, ദെൻ പിന്നെ മീറ്റിങ്ങിൽ ഏതെങ്കിലും 1ഓ 2ഓ ചോദ്യം, പിന്നെ ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളിൽ 1ഓ 2ഓ ചോദ്യം, പിന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, കണ്ടോ അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസ് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മിനിമം കിട്ടാൻ ഒരു പാടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. ഇനി പാർട്ട് സിയിലോട്ട് പോകുമ്പോഴാണെങ്കിലും റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത് കണ്ടന്റ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് SAക്ക്. സോ ഇതെല്ലാ പേപ്പറിലും വരുന്നതാണ്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകുമ്പോൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും SAക്ക് കണ്ടുവന്നുള്ളതാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കമ്പനിയെ പറ്റിയുള്ളതും ഷെയർസിനെ പറ്റിയുള്ളതും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പല പേപ്പറിലും റിപ്പീറ്റ് ആണ്. പിന്നെ മറ്റൊരു എസ്സേ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനെ പറ്റിയുള്ളതാണ്. റോൾ, പവർ, ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ, അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ, ഇതിലേതെങ്കിലും ഒരു ചോദ്യം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ചോദ്യങ്ങൾ പാർട്ട് എയിൽ പറഞ്ഞു. അതിൽ ബോണസ് ഇഷ്യൂ, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ബൈബാക്ക്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 SC ആയിട്ട് 2 മാർക്കിന്റെ പോലെ തന്നെ SC ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ 4 essay ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അങ്ങനത്തെ മെമ്മോറണ്ടമോ അതിലേതെങ്കിലും ഒരെണ്ണം, പിന്നെ കമ്പനീനെ റിലേറ്റ് ചെയ്തുള്ള ഒരെണ്ണം ഞാൻ പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, പിന്നെ ഡയറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തുള്ള ഞാൻ ഒരെണ്ണം പറഞ്ഞു, മീറ്റിങ്ങിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കോൺസിക്വൻസസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. പിന്നെ ഒരു 2 വർഷത്തെ പേപ്പറിൽ സെബിയാണ്. സെബി ഇല്ലാത്ത പേപ്പറുകൾ വളരെ കുറവാണ്. സെബിയുടെ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. അതും നോക്കണം. ഓക്കെ, പിന്നെ
CSR ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എസ്സേക്ക് കണ്ടുവന്നുള്ളത്. അതിൽ എന്താണ് റിപ്പീറ്റ് ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ്, പിന്നെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, ഡയറക്ടേഴ്സിന്റെ അപ്പോയിൻമെന്റ് പവേഴ്സ്, മറ്റു കാര്യങ്ങൾ, മീറ്റിംഗ്, ഷെയർസിൽ ഏതെങ്കിലും, പിന്നെ ലാസ്റ്റ് പറഞ്ഞ ആ വൈൻഡിങ് അപ്പ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊരു 2 എസ്സേ കിട്ടാൻ ഒരു പാടുമില്ല. സോ ഈ രീതിയിൽ നമ്മൾ പാർട്ട് എയും സിയും ഫോക്കസ് ചെയ്ത് അറിയുന്ന പോലെ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ, പാർട്ട് ബിയിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ ഷെയർ, ബൈബാക്ക്, ബോണസ്, സ്വെറ്റ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ബേസിക് എക്സ്പ്ലനേഷൻ ചോദിച്ചുള്ള ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ വരാറുള്ളതാണ്. പിന്നെ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഇതൊക്കെ പറഞ്ഞില്ലേ. 1% കമ്പനി, ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് 5 മാർക്കിനിൽ വരാറുള്ളതാണ്. ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഇതൊക്കെ 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ലാസ്റ്റ് മൊഡ്യൂളിലെ പ്രൊമോട്ടർ ആരാണ്, അവരുടെ ഫീച്ചേഴ്സ്, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ദെൻ പിന്നെ റെസൊല്യൂഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പല ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽസ് നമുക്ക് 5 മാർക്കിനിൽ വരാറുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഡീമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനും, ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബോണസ് ഷെയറിൻ്റെ കാര്യം പറഞ്ഞു, സ്വെറ്റ് ഇക്വിറ്റിയുടെ കാര്യം പറഞ്ഞു, ബൈബാക്ക്, പിന്നെ ഡയറക്ടേഴ്സ് ഓഫ് കമ്പനീനെ പറ്റിയുള്ള കാര്യങ്ങൾ, സെബിയുടെ പവേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇതും ഇവിടെ മാറി മാറി വരാറുള്ളതാണ്. അപ്പോൾ പാർട്ട് എയിലും പാർട്ട് സിയിലും പറഞ്ഞ പല ചോദ്യങ്ങളും ഷോർട്ട് നോട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ബിയിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ രീതിയിൽ എന്താണ് പാർട്ട് എയിലത്തെ നമുക്കൊരു 5 or 6 കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വേണ്ട റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. എസ്സേക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഈസി ആയിട്ട് പാസ്സാകുന്നതാണ്. ടെക്നിക്കലായിട്ടുള്ള ഏരിയാസ്, വളരെ കുറവുള്ള ഏരിയാസ് നോക്കി പഠിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടഫസ്റ്റ് ആയിട്ട് തിയറി പേപ്പറിൽ പറയുന്ന കോർപ്പറേറ്റ് റെഗുലേഷൻ നമുക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെജിബിളായിട്ട് ആൻസർ ചെയ്യുക, ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്യുക, ഒറ്റ ചോദ്യം പോലും സ്കിപ്പ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പറയാനുള്ള. അതുപോലെ തന്നെ ഞാനൊരു പാറ്റേണും നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ ഇന്ന് ഈവനിങ് 8 PM എക്സാം റിലേറ്റഡ് ലൈവ് വെക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും ക്വിക്ക് റിവിഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.